2020 തീഹാർ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും വേണ്ടി ന്യൂയോർക്കിൽ നിന്ന് ഒരു പുതുവത്സര സമ്മാനമെത്തി. പുതിയ മേയർ സൊഹ്റാൻ മംദാനിയുടെ ശക്തമായ ഐക്യദാർഢ്യ പ്രഖ്യാപനം. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഇത്തരം അതിഗംഭീര പിന്തുണയോടെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള ജാമ്യാപേക്ഷയിൽ അനുകൂല വിധി ഉറപ്പെന്ന് പലരും കിനാവ് കണ്ടു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് സുപ്രീം കോടതി അവരുടെ ജാമ്യം നിഷേധിച്ച് അപ്രതീക്ഷിതമായ ഒരു വിധി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച ഈ സംഭവം എങ്ങനെയാണ് തികച്ചും വിപരീത ഫലം ഉളവാക്കിയത് എന്നത് ഒരു രാഷ്ട്രീയ കോമഡിക്ക് സമാനമാണ്. ഇന്ത്യയിൽ ഒരു നിയമപരമായ കേസിൽ ഒരു വിദേശ നഗരത്തിന്റെ മേയർ നടത്തുന്ന പ്രസ്താവന എത്രത്തോളം വലിയ തരംഗം സൃഷ്ടിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഇത്. ഡൽഹി കലാപ കേസിൽ ജയിലിൽ കഴിയുന്നവരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ കാര്യങ്ങൾ ഗൗരവത്തിലാണെന്ന് ഉറപ്പിക്കാൻ കപിൽ സിബലിനെ പോലെ ഒരു നിയമരംഗത്തെ അതികായകനെ തന്നെയാണ് ഹർജിക്കാർ അണിനിരത്തി. വാദങ്ങളെല്ലാം പൂർത്തിയായി വിധി പറയാനിരിക്കെയാണ് പുതുവത്സര ദിനത്തിൽ ന്യൂയോർക്ക് മേയറായി അധികാരമേറ്റ സൊഹ്റാൻ മംദാനി മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചാലനാവുകയും ഉമർ ഖാലിദിനും കൂട്ടർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. മംദാനിയുടെ ഈ വായ്ത്താരി കേട്ടതോടെ കാര്യങ്ങൾ എളുപ്പമെന്ന് പലരും കണക്കുകൂട്ടി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഈ രണ്ട് ചെറുപ്പക്കാർക്കും ഉടനെ തന്നെ ജാമ്യം അനുവദിക്കും എന്നതായിരുന്നു പൊതുവെയുള്ള ധാരണ. ഇതോടെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഇനി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ മാത്രമേ ബാക്കിയുള്ളൂ എന്ന തരത്തിൽ പരിഹാസങ്ങൾ ഉയർന്നു. എന്നാൽ ന്യൂയോർക്കിൽ നിന്നുള്ള ഈ ശക്തമായ പിന്തുണ ഡൽഹിയിൽ കോടതി മുറിയിൽ എത്തിയപ്പോൾ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അന്താരാഷ്ട്ര പിന്തുണയ്ക്ക് ആക്കം കൂട്ടാൻ ഇന്ത്യയിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും സംഘടനകളും അരയും തലയും മുറുക്കി രംഗത്തുണ്ടായിരുന്നു. മീഡിയ വൺ അല്ലെങ്കിൽ മീഡിയ ഫണ്ട് ചാനൽ അവരുടെ പ്രൈം ടൈം ചർച്ചകളിൽ വലിയൊരു ഭാഗവും ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും വേണ്ടിയുള്ള വിലാപങ്ങൾക്കായി നീക്കിവെച്ചു. വിഷയത്തിൽ കൂടുതൽ ഗൗരവം നൽകാനെന്നോണം പ്രതികളിൽ ഒരാൾ വെൽഫെയർ പാർട്ടി എന്നറിയപ്പെടുന്ന വെൽഫെയർ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിന്റെ മകനും കൂടിയാണ് എന്ന വസ്തുത പലപ്പോഴും എടുത്തു പറഞ്ഞിരുന്നു. സ്വന്തം നേതാവിന്റെ മകൻ ഗോതമ്പുണ്ട കഴിച്ച് ശാരീരിക പുഷ്ടി നേടുമ്പോൾ അടങ്ങിയിരിക്കാൻ ആർക്കാണ് സാധിക്കുക? യഹിയ സിൽവാറിന് ശേഷം സി ദാവൂദ് ഏറ്റവും കൂടുതൽ വായിലെ വെള്ളം വറ്റിച്ചത് ഉമർ ഖാലിദിന് വേണ്ടിയായിരിക്കും. ഇതോടൊപ്പം മാധ്യമം പത്രം മുഖപ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും അച്ചടി മഷി വറ്റിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ മംദാനിയും തദ്ദേശീയ തലത്തിൽ മീഡിയ വൺ കൂട്ടരും തീർത്ത ഈ സമ്മർദ്ദ വലയത്തിനുള്ളിൽ കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധിയല്ലാതെ മറ്റൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയധികം പ്രതീക്ഷകൾക്കും മാധ്യമ വിചാരണകൾക്കും ശേഷം സുപ്രീം കോടതിയുടെ വിധി വന്നു. എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യം നിഷേധിക്കാൻ സുപ്രീം കോടതി നിരത്തിയ കാരണങ്ങൾ ലളിതവും വ്യക്തമായിരുന്നു. ഷർജിൽ ഇമാമിനും ഉമർ ഖാലിദിനുമെതിരായി പ്രഥമ ദൃഷ്ട്യാ ശക്തമായ തെളിവുകൾ ഉണ്ട്. പൊതു സുരക്ഷയ്ക്ക് നല്ലത് അവർ ജയിലിൽ തുടരുന്നതാണ്. വ്യക്തി സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും തൽക്കാലം അവർ തീഹാർ ജയിലിൽ തന്നെ തുടരും. ഒരു വർഷം കഴിഞ്ഞിട്ടും സാഹചര്യത്തിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ അപ്പോൾ വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കാം. ഇതേ കേസിലെ മറ്റു ചില കൂട്ടുപ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അവർ പുറത്തിറങ്ങി വിചാരണ നേരിടട്ടെ എന്നും എന്നാൽ ഇവർക്കെതിരായി തെളിവുകൾ കണക്കിലെടുത്ത് ഇവർ തൽക്കാലം അകത്തു തന്നെ തുടരട്ടെ എന്നും കോടതി വേർതിരിച്ച് നിലപാടെടുത്തു. എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് ഇതിനെ ഒരു വൈരുദ്ധ്യമായി ചിത്രീകരിച്ച് പിന്തുണക്കാർ രംഗത്ത് വന്നു. ഈ വിധിയെ അതിഭയങ്കരമായ നിയമനിഷേധവും നീതി നിഷേധവും എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ എല്ലാ നാടകീയ സംഭവങ്ങൾക്കും ശേഷം ഫലം ഒന്നു മാത്രമാണ്. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും തിഹാർ ജയിലിൽ ഗോതമ്പുണ്ട് കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുത്താൻ കുറച്ചു കാലം കൂടെ അവസരം ലഭിച്ചിരിക്കുന്നു. ഈ സൗഭാഗ്യം നേടിക്കൊടുത്തതിന് അവരെ രണ്ടുപേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിലുപരി തന്റെ ഫലപ്രദമായ പ്രസ്താവനയിലൂടെ ഇവരുടെ ജയിൽവാസം നീട്ടിക്കൊടുക്കാൻ സഹായിച്ച ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിക്കും ഒരു വലിയ അഭിനന്ദനം. അദ്ദേഹത്തിന്റെ വാക്കുകൾ സുപ്രീം കോടതിയിൽ ഒരു ഫുട്ബോൾ പോലെ തട്ടിക്കളഞ്ഞാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ശക്തി വിളിച്ചോതുന്നു.